ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. 2024 656 എന്ന നീറ്റ് സ്കോറുമായി ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്വാതി ശ്രീകുമാറും സ്വാതിയെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത സ്വാതിയുടെ ഫാമിലിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്വാതി എങ്ങനെ ഈ നീറ്റ് ക്രാക്ക് ചെയ്യുമെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. കുറേ പ്രതിസന്ധികൾ കടന്ന് നമ്മളിപ്പം ഈ 656 എന്ന റാങ്കിൽ മാർക്ക് നേടി ഉയർന്ന വിജയം നമ്മൾ നേടിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ ജേർണി? എൻ്റെ ജേർണി ശരിക്കും പറഞ്ഞാൽ ഞാൻ +1 +2 ബ്രില്യൻറ്റിൻ്റെ ഒരു ലോങ് ടേം സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എന്നാൽ പോലും +1 ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒക്കെ ഒരു ഇത് കാരണം എനിക്ക് ആദ്യം എഴുതിയപ്പോൾ ശരിയായ രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ധൈര്യം തന്നതും. പിന്നെ ബ്രില്യൻറ്റിൻ്റെ പാലായിൽ പോയിട്ട് ചേരുമായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ നടുത്തൊട്ടി ഹോസ്റ്റലിലായിരുന്നു, 630 ബാച്ചിലായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ വിഷ്ണുപ്രിയ മിസ്സ്, അതുപോലെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളുടെ ഡയറക്ടർ സ്റ്റീഫൻ സാറ്, എപ്പോഴും സ്റ്റീഫൻ സാർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന് എല്ലാ കാര്യങ്ങളും എപ്പോഴും ചോദിച്ചറിയും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്റ്റീഫൻ സാർ എപ്പോഴാണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫുഡിൻ്റെ പോലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പോലും സ്റ്റീഫൻ സാർ ഇങ്ങനെ ചോദിച്ച് ഞങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ശരിയാക്കി തരുമായിരുന്നു. അങ്ങനെ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു ബ്രില്യൻറ്റിലെ ഓരോ ഫാക്കൽറ്റീസും ഓരോ ഡയറക്ടേഴ്സും എല്ലാവരും. ഈ 656 എന്ന സ്കോർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്തായിരുന്നു ഈ നിമിഷത്തിൽ തോന്നുന്നു? അന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോയ സമയത്ത് 686 എന്നുള്ളൊരു സ്കോറൊന്നും എൻ്റെ മനസ്സിലേ ഇല്ല. ശരിക്കും 550 ആദ്യം റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിരുന്നത്. അവിടുന്ന് പിന്നെ ലാസ്റ്റ് മോഡൽ എക്സാം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു സ്കോർ എനിക്ക് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യമായിട്ട് മനസ്സിൽ വന്നത്. പിന്നെ മോഡൽ എക്സാമിൻ്റെ ലാസ്റ്റ് സമയങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ 700-ലേക്കൊക്കെ എത്തിയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് നന്നായിട്ട് കൂടി. ലാസ്റ്റിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ചില സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് കുറച്ചെണ്ണം തെറ്റിപ്പോയായിരുന്നു. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എന്നാൽ പോലും ഇത്രയും നല്ലൊരു സ്കോർ ബ്രില്യൻ്റ് കാരണം മാത്രം കിട്ടിയതാണ്. അതുപോലെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്. സ്വാതിയുടെ താങ്ങും തണലായിട്ട് നിൽക്കുന്ന ഫാമിലിയാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാതി ഇങ്ങനെ ഒരു സ്കോർ എക്സ്പെക്റ്റ് ചെയ്ത് മാഡത്തെ എങ്ങനെ വിജയം കരസ്ഥമാക്കുമെന്ന് വിചാരിച്ചിരുന്നു? കരസ്ഥമാക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു പകുതി കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് കൂടിക്കൂടി വന്ന് മോഡൽ എക്സാം കഴിഞ്ഞ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ അവളെ ഞങ്ങൾ 700-ന് മുകളിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയാം. അതുപോലെ എല്ലാ മോഡൽ എക്സാമിനും നല്ല 700 റൗണ്ട് ചെയ്ത് തന്നെ മാർക്ക് വന്നിരുന്നു. എക്സാമിൻ്റെ ഒപ്പം ഓരോ പ്രാവശ്യവും മോഡൽ പരീക്ഷയ്ക്ക് ശേഷം വൈകുന്നേരത്തെ ആ ഗൂഗിൾ മീറ്റിൽ നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതുപോലെ ആ അധ്യാപകരുടെ സപ്പോർട്ട്, അത് ഒരുപാട് നമുക്ക് ഒത്തിരി നന്ദി അവരോടുണ്ട്. ബ്രില്യൻറ്റിനോടാണ് കടപ്പാട് മുഴുവനെന്ന് പറയാം. അവളുടെ അധ്വാനം അതിനെ ഒരു ഫലവത്താക്കി എടുത്തതിന് തീർച്ചയായിട്ടും ബ്രില്യൻറ്റിന് ഒരുപാട് ഞങ്ങൾ ബ്രില്യൻറ്റിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം പിന്നെ എപ്പോഴും ഞാൻ അമ്മയേക്കാൾ എനിക്ക് തോന്നുന്നു അവളെപ്പോഴും അവളുടെ താങ്ങും തണലുമായിട്ട് അവൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം അവളുടെ അച്ഛൻ തന്നെയാണ്. കൊച്ചിനെ തൊട്ടേ അങ്ങനെയാണ് ഒരു സപ്പോർട്ട്. ഇനി അവൾക്ക് ചെറുപ്പം തൊട്ടേ ആ ഒരു എപ്പോഴും ഒന്നാമതെത്തുക എന്നുള്ള ആ ഒരു മത്സരബുദ്ധിയോടെയുള്ള പഠനം സ്വാതിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അത് നല്ലൊരു ലക്ഷ്യത്തിലെത്തി. ദൈവാനുഗ്രഹവും ഒപ്പം ബ്രില്യൻറ്റിലെ എല്ലാവരുടെയും സപ്പോർട്ടും. മോളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിന്നത് പേരൻ്റ് സാറാണെന്നാണ് മോള് പറയുന്നത്. അപ്പോൾ മോളുടെ ഉയർച്ചയിലും താഴ്ചയിലും നിന്ന് എങ്ങനെയാണ് മോളെ മോട്ടിവേറ്റ് ചെയ്ത് ഇത്ര ഒരു നിലയിലോട്ട് എത്തിക്കാൻ സാറിന് സാധിച്ചത്? അതായത് എൻ്റെ ഭാര്യ ഗവൺമെൻറ് ഹൈസ്കൂൾ കുടമാളൂരിലെ HSA ആണ്, ടീച്ചറാണ്. എനിക്കിവിടെ ഒരു ട്യൂഷൻ സെൻ്ററുണ്ട്, ഈദൻ സ്റ്റഡി സെൻ്റർ എന്നാണ് പേര്. അപ്പോൾ ഞാനും സ്വാതിയുടെ ചേട്ടൻ ഭരത്, അവൻ എൻജിനീയറിങ് കഴിഞ്ഞിപ്പം കുവൈറ്റിൽ ജോലിയാണ്. അവർ കൊച്ചിലെ മുതൽ പിള്ളേർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ട്യൂഷൻ സെൻ്ററിൽ. അപ്പോൾ പഠിച്ച് മാർക്ക് മേടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവാണ് പഠിപ്പിച്ച് മാർക്ക് മേടിക്കുക. പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുകയും അതിന് കൂടുതൽ റെഫർ ചെയ്യുകയും അങ്ങനെ ആ വിഷയത്തിൽ ഒരു അഗാധമായ നോളജ് ഉണ്ടായി മാറുകയും ചെയ്യും. അങ്ങനെ സയൻസിനും മാത്സിനും ഇവർക്ക് 2 പേർക്കും നല്ലൊരു ഗ്രിപ്പ് കൊച്ചിലെ മുതലുണ്ടായിരുന്നു. അത് 6, 7 സ്വാതിയാണെങ്കിൽ 6ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങി. ഭരതാണ് 10ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ CBSE സ്റ്റുഡൻസിനെയും പഠിപ്പിക്കും, കേരള സ്റ്റുഡൻസിനെയും പഠിപ്പിക്കും, ICSE സിലബസ് ഇവരെല്ലാവരും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പഠിപ്പിക്കുന്ന ആ രീതി അവർക്ക് ബ്രില്യൻസിൽ +1 തുടങ്ങിയപ്പോൾ മുതൽ +2 ഞാൻ ബ്രില്യൻസിൽ ഈ ഇത് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്, ബ്രില്യൻസിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് +2 ഞാൻ അവളെ കൊണ്ട് ചേർത്തതും. ആ 2 വർഷത്തെ കോച്ചിങ് കഴിഞ്ഞപ്പം ആദ്യത്തെ പരീക്ഷയ്ക്ക് 550 മാർക്കായിപ്പോയി.
അപ്പം ഞാൻ സങ്കടപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അത് ക്ലിയർ ആകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ മോഡൽ പരീക്ഷ കഴിയുമ്പോഴും അത് 610, 630, 620 അങ്ങനെ വരുമ്പം അവൾക്കൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ സങ്കടമൊക്കെ മാറ്റിക്കളഞ്ഞുണ്ട്. അതായത് അത് കുഴപ്പമില്ല, അത് സാരമില്ല, ഇത് നിനക്ക് അടുത്ത പ്രാവശ്യം അത് അച്ചീവ് ചെയ്യാൻ പറ്റും, നീ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്താൽ പറ്റും, നിന്നെക്കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ ബ്രില്യൻസിൻ്റെ ഡയറക്ടർമാരിൽ 4 പേരും ചെയ്യുന്ന വലിയൊരു സേവനമാണ്. കാരണം വെച്ചാൽ കുട്ടികളെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർമാരെ ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൻ്റെയും ഡയറക്ടർമാരുടെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. പിന്നെ സ്വാതിക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്ത് ധ്യാനം ചെയ്യുക. എന്നും നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭയം ദൂരീകരിച്ച് ഭയമില്ലായ്മ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇന്ന് സംഭവിച്ചു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്തിരിക്കാതെ നാളെ എന്താണ്. അപ്പോൾ അതുപോലെ തന്നെ പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടും ഇന്നത്തെ റിസൾട്ടിനെ കുറിച്ച്, ഇതിപ്പോൾ ഇന്നത്തെ റിസൾട്ട് എന്തായിക്കോട്ടെ, നിനക്കിപ്പോൾ മാർക്ക് കുറഞ്ഞു പോയാലും മാർക്ക് കൂടി കിട്ടിയാലും ഫലത്തിനെക്കുറിച്ച് ആലോചിക്കാതെ പോയി പരീക്ഷ എഴുതിയാൽ ആ 2.5 മണിക്കൂർ നേരം അല്ല 3 മണിക്കൂർ നേരം നമ്മളതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും അതിൻ്റെ മാർക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആ രീതിയിലേക്ക് മാറിയപ്പോൾ പുതിയ 650 മേളിലും 670, 700 മേളിൽ വരെ അവൾക്ക് മോഡൽ പരീക്ഷ കിട്ടിത്തുടങ്ങി. അങ്ങനെ ദൈവം സഹായിച്ച് 686 മാർക്ക് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയ്ക്ക്. അതിനകത്ത് കൂടുതലും ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രില്യൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലിയുടെ ഹോൾ സപ്പോർട്ട്, അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട്, ഡയറക്ടർമാരുടെ സപ്പോർട്ട്, കുട്ടികളുടെ സപ്പോർട്ട് ഒക്കെ വളരെ, ഹോസ്റ്റൽ വാർഡന്മാരുടെ സപ്പോർട്ടൊക്കെ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നുള്ള സത്യം. പിന്നെ സ്വാതിക്ക് വലിയൊരു പുണ്യമുള്ളത്, എൻ്റെ അച്ഛനും അമ്മയാണിത്, അതുപോലെ ഗീതയുടെ അച്ഛനും അമ്മയും തൊട്ടടുത്തുണ്ട്. ഇവർ ഈ 4 പേര് ഈ മുത്തശ്ശിമാരുടെയും കൂടെയുള്ള ആ സഹവാസം അവർക്ക് വളരെയധികം മനസ്സിന് കുളിർമയാകുന്ന അല്ലെങ്കിൽ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമായിട്ടുണ്ടായി. സ്വാതിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ ഒപ്പം ഉണ്ട്. ഏറെ അഭിമാനം നിറഞ്ഞ ഈ നിമിഷത്തിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്താണെന്ന് സ്വാതിയുടെ വിജയത്തെക്കുറിച്ച് പറയാനുള്ളത്? സ്വാതി +2 കഴിഞ്ഞപ്പം മുതൽ അവൾ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കാണുകയും അവിടെ ചങ്ങനാശ്ശേരി തന്നെ ബ്രില്യൻറ്റിൻ്റെ അണ്ടറിൽ കുറച്ചാൾ പഠിച്ച് ആദ്യ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോവുകയും അത് 1 വർഷം എന്നെ ഒന്ന് അനുവദിക്കാൻ പറഞ്ഞു. പാലാ ബ്രില്യൻറ്റിൽ പോയി പഠിച്ച് ഞാൻ എഗെയിൻ നല്ല മാർക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ആഗ്രഹം ഒരു 700 മേൽ മാർക്ക് ആണ് മുത്തച്ഛൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കൊച്ചുമോൾക്ക് കിട്ടണമെന്നുള്ളത്. അവൾക്ക് എത്രയെങ്കിലും 686 മാർക്കെങ്കിലും കിട്ടി. ബ്രില്യൻറ്റിൻ്റെ നല്ല പഠിപ്പിലും നല്ല ഇതിലും അവൾക്ക് ഇത്രയും കിട്ടിയതിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയും വേറെ താമസിക്കുന്നതിന് തൊട്ടടുത്താണല്ലോ വീട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സന്ധ്യ കഴിഞ്ഞ് സീരിയലൊക്കെ കാണുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഓടി വരും. ഇവിടെ ഓടി വന്ന് അവിടെ ചിലപ്പം ടി വിയിലോട്ട് നോക്കിയിരുന്നാൽ ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിക്കും. ഓടിയെന്ന് പറയും, സീരിയലൊന്നും കാണണ്ട, നീ പോയി പഠിച്ചോ എന്നും പറഞ്ഞ് ഞാൻ ഓടിക്കും. ഇവിടെ അന്ന് ആ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് 685 മാർക്ക് കിട്ടുമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഏതായാലും അത് ദേവി അനുഗ്രഹിച്ച് കിട്ടി. വളരെ 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 സന്തോഷം. വയസ്സാങ്ങാതി ഞങ്ങൾക്ക് വലിയൊരു ആനന്ദമാണ് ഞങ്ങളുടെ കൊച്ചുമോൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. സ്വാതിയുടെ ഫാമിലി ഫുള്ള് അധ്യാപകരുമാണ്. സ്വാതിയാണെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയാണ്. സ്വാതി ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിലും പഠിപ്പിക്കുന്നെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അനുഭവം? ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നടുതൊട്ടി ഹോസ്റ്റലിലായിരുന്നു. സ്റ്റീഫൻ സാറായിരുന്നു ഞങ്ങളുടെ ഡയറക്ടർ. അവിടെ ആ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ വാർഡന്മാരൊക്കെ അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുപോലെ എൻ്റെ റൂംമേറ്റ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൂടുതൽ റിപ്പീറ്റേഴ്സ് ആയിരുന്നു. എന്നാൽ പോലും അവർ എന്നെ ഒരു അനിയത്തിയായിട്ട് കാണാതെ കൂടെയുള്ള ഒരു ഫ്രണ്ടായിട്ട് തന്നെ കണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും ഒരു സമപ്രായക്കാരെന്നുള്ള രീതിക്കായിരുന്നു ഞങ്ങളുള്ള ഇടപെടലുകളെല്ലാം അങ്ങനെയായിരുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഇളയതാണെന്നുള്ളൊരു അങ്ങനെയൊന്നും വെക്കാതെ എന്നോട് എല്ലാ ഡൗട്ടൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അങ്ങനെയൊക്കെ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, തമാശ പറയും, സന്തോഷിക്കും, ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. ലാസ്റ്റ് സമയത്താണെങ്കിൽ പോലെ എല്ലാവരും കരഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പൊട്ടിക്കരച്ചിലായിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിൽ. എൻ്റെ റൂംമേറ്റ്സ്, എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും എൻ്റെ റൂംമേറ്റ്സും എൻ്റെ ഫ്ലാറ്റ് മേറ്റ്സും അവരെയൊക്കെ ആയിരിക്കും. അപ്പോൾ
ചെറിയ ക്ലാസ്സിൽ തൊട്ടേ 6ാം ക്ലാസ്സൊക്കെ തൊട്ടേ അച്ഛൻ പറഞ്ഞത് വെച്ച് ചെറുതായിട്ടൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ നല്ലതായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ്. 10ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ശരിക്കും ഞാൻ ഒരുപാട് കഷ്ടപ്പെടാതെ പഠിപ്പിച്ച് എനിക്ക് കുറേ കൺസെപ്റ്റുകൾ മനസ്സിൽ കാണാപ്പാടമായിട്ടുണ്ട്. അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ +1 +2 ബ്രില്യൻറ്റിൽ പോകുന്ന സമയമായ കാരണം അച്ഛനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ അതിന് ശേഷം നീറ്റ് എഴുതിയതിന് ശേഷം ഞാൻ ഇപ്പം നീറ്റ് എഴുതിയ ആ ദിവസം തൊട്ട് പിറ്റേ ദിവസം തൊട്ട് അച്ഛൻ്റെ കൂടെ ഞാൻ ഇന്ന് അച്ഛൻ സപ്പോർട്ടായിട്ട് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സയൻസും മാത്സും ആയിരുന്നു കുഞ്ഞിലെ തൊട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓൺലൈൻ നമ്മുടെ ആ കൊറോണ കാലത്ത് പോലും ഓൺലൈൻ ക്ലാസ് അച്ഛൻ തുടങ്ങിയപ്പം അപ്പോഴും ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുമായിരുന്നു. അപ്പോഴും പോലും ആ ടച്ച് വിട്ടുപോകാതെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നീറ്റ് എക്സാം കഴിഞ്ഞ് മോള് അച്ഛൻ നടത്തുന്ന ഈ ട്യൂഷൻ സെൻറ്ററിലോട്ട് മോള് വരികയും അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റി. അപ്പം കുട്ടികളെ ഒന്ന് കാണാനും കുട്ടികളെക്കുറിച്ചൊന്ന് അഭിപ്രായം കേൾക്കാനും നമുക്ക് പറ്റുമോ? ഏകദേശം 200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൽ. ഇത്തരം ഒരവസ്ഥയിലോട്ട് എത്തുമ്പോൾ മോള് ഡോക്ടറാണെന്ന ഒരവസ്ഥയിലോട്ട് എത്തുന്നുണ്ട്. ഏകദേശം ഈ ഗ്രാമത്തിലുള്ള 200ഓളം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒപ്പിച്ച് മോള് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇവിടെ ഞാൻ ഇത്തവണ ഇപ്പം നീറ്റ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞല്ലോ അച്ഛൻ്റെ കൂടെ എന്നും ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ വൈകിട്ട് 4 മണി മുതൽ രാത്രി 8:30 വരെ ഇവിടെ ബുക്ക്ഡാണ് നമ്മൾ. അപ്പം ഓരോ പിള്ളേരിങ്ങനെ മാറി മാറി വരുമ്പം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇടയ്ക്ക് അച്ഛൻ ഒരു 5 മിനിറ്റ് ബ്രേക്കൊക്കെ എടുത്തോളാൻ പറയും. എന്നാൽ പോലും ആ സമയത്ത് എനിക്കിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ പോലും അങ്ങനെ ഒരു മടുപ്പ് തോന്നാത്തത് അവർ നല്ലോണം നമ്മളോട് കോപ്പറേറ്റ് ചെയ്യും. പിന്നെ പിള്ളേരല്ലേ, രസമാണ്, കളിയാക്കി ചിരിച്ച് പഠിപ്പിച്ച് അങ്ങനെ ഇത്രയും ദിവസം കടന്നു പോകുന്നുണ്ടെങ്കിലും നമുക്കതൊരു ബോറടി ആയിട്ട് തോന്നാറേ ഇല്ല. ഏകദേശം 200 കുട്ടികളോളം നമ്മുടെ ഈ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നുണ്ട്. മോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് എടുക്കുന്നത്? അത് കുട്ടികൾ ഏതൊക്കെ ക്ലാസ്സിലുള്ളവരാണ്? നമ്മുടെ ഇവിടെ 6ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് മെയിനായിട്ട് ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സയൻസ് വിഷയങ്ങളാണ് എടുക്കുന്നത്. മാത്സ് മൊത്തം അച്ഛനാണ്. അപ്പോൾ സയൻസ് വിഷയങ്ങൾ ചെറിയ പിള്ളേർക്കാണെങ്കിൽ സയൻസായിട്ട്, മറ്റുള്ളവർക്ക് ഫിസിക്സ് കെമിസ്ട്രി സെപ്പറേറ്റ് ക്ലാസ്സുകൾ നമ്മളെന്നും നൈറ്റ് എടുക്കാറുണ്ട്. അങ്ങനെ ഡെയിലി ഇപ്പം പോർഷൻസ് തീർന്നു പോകുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് മാക്സിമം പോർഷൻ തീർക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെ തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സ്വാതി ടീച്ചറുടെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? ബ്രില്യൻറ്റിൻ്റെ സ്വന്തം സ്വാതി, ഇവരുടെ സ്വന്തം സ്വാതി ടീച്ചർ. കുട്ടികൾക്ക് സ്വാതി ടീച്ചറിനെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി മെയിനായിട്ട് ഞങ്ങളെ സയൻസാണ് പഠിപ്പിക്കാറ്. ചേച്ചിയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ വൈബാ, ഞങ്ങളുടെ ഒരു വേവ് ലെങ്ത് ആണ് ചേച്ചി ഇപ്പം നീറ്റ് എഴുതിയെടുത്ത് നല്ല സ്കോറോടുകൂടി വിജയിച്ച് അപ്പം ഉടനെ തന്നെ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് നാളിവിടെ ഉള്ളൂ കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഒരു വലിയ ഡോക്ടറായിട്ട് വലിയൊരു സ്ഥാനം കൈവരിച്ച് തിരിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.